വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഷർട്ട്സ് ഉണ്ട്. ഇതെല്ലാം ഞാൻ കളക്ഷൻസ് കാണിച്ച് തരാം. എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കട്ടെ. വെയിറ്റ് ചെയ്യാം. കുറേ സ്റ്റഡ്സ് ഉണ്ട്. ഇതെല്ലാം ഞാൻ ഇട്ട് കാണിച്ച് തരാം. നോക്കട്ടെ, വെയിറ്റ് ചെയ്യാം. ഇതാണ് ഈ കമ്മൽ. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് വൺ കമ്മലിൽ ഒന്നാണ്. എൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 500 വാങ്ങിയ കമ്മലായിരുന്നു. ജസ്റ്റ് ഞാൻ ഇട്ട് കാണിച്ചു തരാം. എന്ത് ക്യൂട്ടല്ലേ കാണാൻ. മൈ മോസ്റ്റ് ഫേവറേറ്റ് വൺ ആണ് ഇത്. എന്ത് രസമാണ് കാണാൻ. നെക്സ്റ്റ് കമ്മലിലോട്ട് പോവാതെ. നെക്സ്റ്റ് കമ്മൽ ഇതാണ്. ഇതും എൻ്റെ ഫേവറേറ്റ് വണ്ണാണ്. ക്യൂട്ടാ കാണാൻ. കണ്ടില്ലേ? ഇത് ഞാൻ ലെഹങ്കയുടെ കൂടെ ഇടാൻ വേണ്ടി വാങ്ങിയതാണ്. 500 എന്തോ ആയി. 500 600 ആണെന്ന് തോന്നുന്നു. മമ്മിയാണ് പോയി വാങ്ങിയിട്ട് വന്നത്. ലെഹങ്കയുടെ കൂടെ ഇടാൻ വേണ്ടി വാങ്ങിയതാണ്. സെയിം ഇതേ കമ്മലും ലെഹങ്കയുടെ കൂടെ ഇടാൻ വേണ്ടി വാങ്ങിയതാ. ഫങ്ഷൻസിന് ഫോക്കസ് ആവുന്നില്ല. ഇത് ഗൗണിൻ്റെ കൂടെ ഇടാൻ വേണ്ടി വാങ്ങിയതാ. ഈ കമ്മല് കൊള്ളത്തില്ലേ? ഈ കമ്മലൊന്നും ഞാൻ പോയി വാങ്ങിയതില്ല. മമ്മിയും എൻ്റെ അനിയത്തിയുമായിട്ട് പോയി മേടിച്ചിട്ട് വന്നതാണ്. ആണ് ഇതിൻ്റെ പേര്. നല്ലല്ലേ ഈ കമ്മല് കാണാൻ. നെക്സ്റ്റ് വൺ ഇതാണ് അടുത്ത കളക്ഷൻ. ഇത് സെറ്റ് സാരിയുടെ കൂടെയൊക്കെയും അല്ലാതെ സാരിയുടെ കൂടെയൊക്കെ കൊടുക്കാൻ വേണ്ടി വാങ്ങിയ കമ്മലാണ്. ഇതെൻ്റെ അല്ല, എൻ്റെ അനിയത്തിയുടെ ആണ്. ഞാനത് അടിച്ചു മാറ്റി എൻ്റെ കൈ വെച്ചേക്കുന്നതേ ഉള്ളൂ. ഈ കളക്ഷൻ ഒരു പേര് പറയും. പേര് ഞാൻ തിരക്കിയിട്ട് ഞാൻ പറയാം. കണ്ടില്ലേ? സാരിയുടെ കൂടെ ഇത് ഇതിൻ്റെ മിക്ക കമ്മലും ഞാൻ വീഡിയോയിൽ ഇട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ വീഡിയോയിൽ സാരിയുടെ ട്രാൻസാക്ഷൻ വീഡിയോയിൽ ഞാൻ ഈ കമ്മലും ഇട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ കമ്മലും ഇതിൻ്റെ മാലയും ഇട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. കൊള്ളത്തില്ലേ? ഇതും എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതാണ് കമ്മൽ. സാരിയുടെ കൂടെ കൊടുക്കാൻ വേണ്ടി, കോളേജ് ഫംഗ്ഷന് വേണ്ടി സാരിയുടെ കൂടെ കൊടുക്കാൻ വേണ്ടി വാങ്ങിയ കമ്മലാണ്. സ്റ്റുഡിയോന്ന് വാങ്ങിയ കമ്മലാണ് കാണാൻ പോകുന്നത്. ഞാൻ ഡ്രസ്സിനനുസരിച്ചുള്ള കമ്മൽ ഈ ഇടയ്ക്കാണ് വാങ്ങാൻ തുടങ്ങിയത്. അല്ലാതെ ഞാൻ ജസ്റ്റ് വെറും സ്റ്റഡ് മാത്രമേ ഇടത്തോളായിരുന്നു. ഇത്രയും സെറ്റ് കമ്മലിൽ 149 പ്രൈസ്. സ്റ്റുഡിയോ എന്നാണ് ഞാൻ വാങ്ങിയത്. ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഞാൻ ഇടുന്നില്ല, എന്താ വെച്ചാൽ എല്ലാ കമ്മലും ഇട്ട് കാണിക്കണ്ടേ. ഇതും കൊള്ളാം, ക്യൂട്ടാണ്. ഇതെങ്ങനത്തെ ഡ്രസ്സിൻ്റെ കൂടെയെന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഇതിൻ്റെ കൂടെയൊക്കെ ഇട്ടുകൊണ്ട് പോകത്തില്ലേ, ഈ ചുരിദാറിൻ്റെ കൂടെ. ഇതാ എന്താ വെച്ചാൽ എൻ്റെ കുഞ്ഞ് അനിയത്തിയും ഇത് കണക്ക് വാങ്ങിയായിരുന്നു. അപ്പോൾ അവൾ സെയിം ഇത് ഞാൻ വാങ്ങിയത് കണ്ടിട്ട് അവളും വാങ്ങി. അപ്പോൾ അവൾ ഇത് ഡെയിലി യൂസ് ചെയ്തപ്പോഴത്തേക്കും
കമ്മൽ കറുത്ത് തുടങ്ങി. ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇട്ടിട്ട് അതേ കണക്ക് സൂക്ഷിച്ച് വെച്ചാൽ കളർ മങ്ങാതിരിക്കും. അത്യാവശ്യം ഇതും ക്യൂട്ടാണ്. എല്ലാം ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ആവുന്ന രീതിയിൽ ഇടാമെന്ന് വെച്ച്. നെക്സ്റ്റ് ഇത്രയും സാധനമുണ്ട്. ഇതാണ് നെക്സ്റ്റ് കമ്മൽ. കൊള്ളാം അല്ലേ? അതിൻ്റെ പേര് കാണേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഞാൻ ഇതെല്ലാം കാണിച്ചു തന്നല്ലോ. ജസ്റ്റ് ഞാൻ ഓരോരോ കമ്മൽ വെച്ച് ഇട്ട് മാത്രം കാണിക്കാം. ഇതും കൊള്ളാം. അത്യാവശ്യം എല്ലാ സ്റ്റഡും കൊള്ളാം. ഡെയിലി യൂസിന് പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ പറഞ്ഞു അനിയത്തി വാങ്ങിയപ്പോഴത്തേക്ക് ആ കമ്മൽ വെള്ളം നനഞ്ഞ് കറക്കാൻ തുടങ്ങി, കളർ ചേഞ്ച് ആവാൻ തുടങ്ങി. ഇനി നെക്സ്റ്റ് അതേ സ്റ്റുഡിയോന്ന് തന്നെ സെയിം സാധനം വാങ്ങി. ഓൾറെഡി ഈ 2 കമ്മൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൽ കളർ മാറാതിരിക്കാൻ വേണ്ടി അതേ കവർ സൂക്ഷിച്ച് വെച്ചേക്കുക. കവറില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ അലുക്കുലുത്തായിട്ട് വാരി ഇട്ട് കഴിഞ്ഞാൽ കളർ മങ്ങിപ്പോവും. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കും ഇതെല്ലാം ഞാൻ. ഇനി നെക്സ്റ്റ് ഇയറിങ്സ് ആണ്. കുളത്തിലെ അത്യാവശ്യം ബാഗിയുടെയൊക്കെ കൂടെ ഇടാൻ പറ്റുന്ന അകത്തുള്ള കമ്മലാണ്. പിന്നെ സ്റ്റുഡിയോയിൽ പോകുന്നവർക്കറിയാം, ഇങ്ങനത്തെ കമ്മലൊക്കെ ഓൾമോസ്റ്റ് സ്റ്റുഡിയോയിൽ കാണും. ഞാണി ഇട്ടിട്ടില്ലേ. ഇതാണ് കമ്മൽ. ഈ ലിപ്സ്റ്റിക് ഇട്ടാലോ ഫാൻ ഇല്ലാതിരുന്നാലോ അപ്പോഴേ ചുണ്ടിൻ്റെ ഇവിടെ വീർക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അങ്ങനത്തെ ചുണ്ടിൻ്റെ മുകളിൽ വേർക്കുന്നതായിട്ടുണ്ടെങ്കിൽ ഇതും കൊള്ളാം. വലിയ ഇതില്ല, പക്ഷെ നമ്മളിടുന്ന ഡ്രസ്സ് കണക്കിരിക്കും ആ കമ്മലും കൊള്ളാവോ കൊള്ളത്തില്ലേ എന്ന് പറയുന്നത്. എനിക്കിഷ്ടപ്പെട്ടു പേഴ്സണലി. ഇനി നെക്സ്റ്റ് നമ്മൾ സ്റ്റഡാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. എല്ലാം ഞാൻ ഇട്ട് കാണിക്കുന്നില്ല, ഞാൻ ഇട്ട് മാത്രം കാണിക്കാം. ആണി പോലും ഇടുന്നില്ലേ. ഇത് വലിയ രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് ഇത് സാധാ സ്റ്റഡ് കല്ല് വെച്ചിട്ടുള്ള. പിന്നെ മറ്റേതിനകത്തൊരു ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ബട്ടർഫ്ലൈ അല്ല, ഗിഫ്റ്റിൻ്റെ റാപ്പ് കണക്ക്. ഇത് ബട്ടർഫ്ലൈയും ഇത് ഗിഫ്റ്റ് റാപ്പിൻ്റെയും രണ്ടാണ്. നേരത്തെ ഇട്ടത് ഇതുമായിട്ട് കൊള്ളാം. അടുത്ത ബോക്സ് അതും കാണിച്ചു തരാം. ഇതാണ് നെക്സ്റ്റ് കമ്മൽ. ഇതും സാരിയുടെയൊക്കെ ഇടാൻ വേണ്ടി വാങ്ങിയ കമ്മലാണ്. ഞാൻ ഇടുന്നില്ല, ജസ്റ്റ് ഇട്ട് കാണിച്ചു തരാം. കൊള്ളാം. ഈ ധാവണിയുടെ ഒക്കെ കൂടെ, റെഡ് ധാവണിയുടെ ഒക്കെ കൂടെ ഇടാൻ കൊള്ളാം. ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്. എൻ്റെ അങ്കിളിൻ്റെ മാരേജിന് വേണ്ടി ലെഹങ്കയുടെ കൂടെ ഇടാൻ വേണ്ടി വാങ്ങിയ കമ്മലാണ്. ആണി ഇടുന്നില്ല, അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കമ്മലിന്. ഞാൻ പിടിച്ചു വെച്ച് കാണിക്കാം. ഇല്ലേ വേണ്ട, ജസ്റ്റ് ഒന്ന് ആണി ഇടാം. എന്താ വെച്ചാൽ വീഡിയോയിൽ കാണട്ടെ. ഓഹ്, കാത് തകണ്ട നാന്നിരിക്കുന്നുണ്ട. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഈ കമ്മലിട്ട് ഒരു അരമണിക്കൂർ നടന്നാൽ പോലും കാത് നല്ല രീതിയിൽ വേദനിക്കും, ചുമന്ന് നല്ല രീതിയിൽ കയറും. നമ്മളൊരു ബട്ടനൊക്കെ ഇട്ടിട്ടാണ് ഇത് ഇടുന്നതെന്നുണ്ടെങ്കിൽ ഏതൊരു വെയിറ്റുള്ള കമ്മലാണെങ്കിലും അടിയിൽ ജസ്റ്റ് ഒരു വാഷർ കണക്കത്തുള്ള സാധനം, ബട്ടൺ കണക്കത്തുള്ള സാധനം ഇടുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഇത് ഇങ്ങനെ പൊങ്ങിയിരിക്കും, നാന്ന് നടക്കത്തില്ല. കൊള്ളാമല്ലേ?
ഒരിടയ്ക്ക് ഈ കമ്മൽ മാത്രമേ ഇട്ടുകൊണ്ട് കിടക്കത്തുള്ളായിരുന്നു എല്ലാത്തിലും. കൊള്ളാം. ഒന്നിൻ്റെയും കവർ ഞാൻ എടുത്ത് കളയത്തില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കമ്മൽ സൂക്ഷ്മതയോടെ ഇരിക്കണ്ടില്ലേ, കളറ് പോവും, പോരത്തിന് മങ്ങുകയും ചെയ്യും. നെക്സ്റ്റ് ഇതെൻ്റെ ധാവണിയുടെ കൂടെ, പച്ച സെറ്റ് സാരി ധാവണിയുടെ കൂടെ ഇടാൻ വേണ്ടി ഒരു 5-6 കൊല്ലമായി വാങ്ങിയിട്ട് ആണ് ഇട്ട് കാണിച്ചു തരാം. എനിക്ക് ചേരുന്ന രീതിയിലുള്ള കമ്മൽ നോക്കി ഞാൻ എടുക്കാറുള്ളൂ. ഇതെല്ലാം എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. അതിൻ്റേതായിട്ടുള്ള കമ്മലിൻ്റെ കണക്കത്തുള്ള മീൻസ് നമ്മൾ കോസ്റ്റ്യൂമിനനുസരിച്ചാണല്ലോ കമ്മൽ വാങ്ങുന്നത്. അതേ കോസ്റ്റ്യൂമിൻ്റെ കൂടെ മീൻസ് ആ കോസ്റ്റ്യൂം അനുസരിച്ചിട്ടുള്ള കമ്മലാണ് ഇതെല്ലാം. ഇതാണ് അത് രണ്ടും. ഇതാണ് നെക്സ്റ്റ് കമ്മൽ. ഇതും ധാവണി ഒരു ഷൂട്ടുണ്ടായിരുന്നു, 2-3 കൊല്ലമായി ഷൂട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടി പോയപ്പം അനിയത്തിക്ക് വാങ്ങിയ കമ്മല. ഞാൻ പച്ചയും അവൾ റെഡും ആയിരുന്നു. സെറ്റ് സാരി ധാവണി കണക്ക് സെറ്റ് സാരി തച്ചായിരുന്നു. ഇത് അവളെയാ. അതിൻ്റെ പേര്. നെക്സ്റ്റ് ഇതാണ് എൻ്റെ അടുത്ത ബോക്സ്. ഇതിലും കുറേ കമ്മലിരിപ്പുണ്ട്. കമ്മലും ഇതാണ് നെക്സ്റ്റ് സ്റ്റഡ്. മമ്മിക്ക് വേണ്ടിയാണ്ട് വാങ്ങിയതാന്ന് തോന്നുന്നു. ഇതെല്ലാം ഞാനാണിപ്പോൾ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. കൊള്ളാം. ചുരിദാറിൻ്റെയൊക്കെ കൂടെ ഇത്തിരി സ്റ്റാൻഡേർഡായിട്ട് ഇടാൻ കൊള്ളാം. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. കമ്മൽ നോക്കുവാണെങ്കിൽ കൊള്ളാം. അപ്പോൾ ഓക്കെ, എൻ്റെ ഓൾമോസ്റ്റ് കമ്മലിൻ്റെ കളക്ഷനൊക്കെ കഴിഞ്ഞു. ഇനി ജസ്റ്റ് കുറച്ച് ഓർണമെൻറ്റ്സും കൂടി ഇരിപ്പുണ്ട്. അതും കൂടി ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. നേരത്തെ ഞാനൊരു കമ്മൽ കാണിച്ചില്ലായിരുന്നു. ആ കമ്മലിൻ്റെ കൂടെ വന്ന ഒരു മാലയാണിത്. ഇതിനൊരു പേര് പറയും, തിരക്കിയിട്ട് ഇട്ടേക്കാം. ഇതാണ് മാല. ഇത് ചെയ്ത് ഞാൻ ഓൾറെഡി സാരിയുടെ ട്രാൻസാക്ഷൻ വീഡിയോയിൽ ചെയ്തിട്ടിട്ടുണ്ട്. ഈ മാലയുടെ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി. എത്ര ഇത് വാങ്ങിയപ്പം 2000 സംതിങ് ആയി. 2 സെറ്റും കൂടെ ഒരുമിച്ച് വാങ്ങിയപ്പം. അത്യാവശ്യം കൊള്ളാം. പിന്നെ ഒന്നുണ്ട്, ഇത് വാങ്ങിയിട്ട് 5 കൊല്ലത്തിൽ പുറത്തായി സാരിയുടെ. ഇത് ഇട്ട് ഞാൻ റീൽ ചെയ്തിട്ടുണ്ട്. അതും എൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കിയാൽ മതി. ഓൾമോസ്റ്റ് മാലയും കമ്മലും എല്ലാം വളരെല്ലാം ഇട്ട് ഞാൻ റീൽ ചെയ്തിട്ടുണ്ട്. ഇതും കൊള്ളാവുന്നതാണ്. ചിലതൊക്കെ സെറ്റായിട്ട് വാങ്ങുന്ന സാധനങ്ങളാണ്. മീൻസ് മാലയും കമ്മലും കൂടെ ഉള്ളതായിട്ടായിരിക്കും. ഇതും മാലയാണ്. ഗൗണിൻ്റെ ഒക്കെ കൂടെ ഇടാൻ വേണ്ടി വാങ്ങുന്നതാണ്. അല്ല, ഞാൻ ഇട്ട് കാണിക്കുന്നില്ല. ഇട്ട് കാണിച്ചാൽ ഈ ഉടുപ്പിൻ്റെ കൂടെ ഒന്നും ചേരത്തില്ല. അതുകൊണ്ടാണ് ഇട്ട് കാണിക്കാത്ത. ഇത്രയേ ഉള്ളു. പിന്നെ കുറേ ജോക്കർ ഇരിപ്പുണ്ട്. ആ ജോക്കറൊക്കെ ഭയങ്കര ലെഹങ്കയുടെ കൂടെ അതിൻ്റെ കൂടെയൊക്കെ കൂടെ ഇടുന്ന. അത് ഞാൻ പിന്നെ ഒരു ഹോൾ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ കമ്മൽ കളക്ഷൻസും എൻ്റെ മാലയുടെ കളക്ഷൻസും നിങ്ങളെ ഞാൻ കാണിച്ചു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.